നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ തന്നെ വരുന്ന ചില സ്പെഷ്യൽ കേസസിലേക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് പറഞ്ഞു. അവിടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിലൊക്കെ ചിലപ്പോൾ സെമി ആനുവലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെയാണ് കോമ്പൗണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് പകരം ഓരോ ഹവറിൽ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ദിവസത്തിൽ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ പീരീഡ്, അതായത് ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുന്ന ആ പീരീഡിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, കൂടി വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. ഓക്കെ, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഈ കോമ്പൗണ്ടിങ് ചെയ്യുന്ന ആ ഒരു ടൈം, അതായത് പീരീഡ് ഭയങ്കര വലുതായി വരിക. അതായത് ഓരോ മണിക്കൂറിലും കോമ്പൗണ്ടിങ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ 30 മിനിറ്റിലും കോമ്പൗണ്ടിങ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓരോ 30 മിനിറ്റിലും ഇങ്ങനെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ദിവസത്തിൽ തന്നെ 24 തവണ ഇൻട്രസ്റ്റ് കയറി വരും. ഒരു മണിക്കൂറിലാവുമ്പോൾ 24 തവണ, ഒരു മന്ത്ലി 30 × 24 ടൈംസ് വരും. ഇയർലി ആകുമ്പോൾ 365 × 30 × 24 ഒക്കെ വരും. ഓക്കെ, സോ 365 × 12 × 30 × 24 വരും ഇയർലി ആകുമ്പോൾ, ഓരോ മണിക്കൂറിൽ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതേപോലെ ഓരോ മൈന്യൂട്ട് പീരീഡിലും കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൽ ഈ ഒരു കോമ്പൗണ്ടഡ് എമൗണ്ട്, അതായത് ഫൈനൽ എമൗണ്ട്, ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, അത് P(e⁻RT) ആണ്. ഈ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ. പിന്നെ നമ്മൾ ഡിഫറൻസിയേഷനിലൊക്കെ പഠിച്ചിട്ടുള്ള എക്സ്പോണൻഷ്യൽ. ഇനി ഓരോ ടേം എന്താ നോക്കാം. എന്ന് പറഞ്ഞാൽ എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് T പീരിയഡ്സ്, അതായത് ഫിക്സ്ഡ് നമ്പർ ഓഫ് പീരിയഡ്സ് കഴിയുമ്പോഴുള്ള എമൗണ്ടിനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത് വരുന്ന എമൗണ്ട് ഇനി P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് വിച്ച് ഈസ് ഒറിജിനൽ സം ഓഫ് മണി. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് P. R എന്ന് പറഞ്ഞാൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് R. T എന്ന് പറഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ഇൻ ഇയേഴ്സ്, ഒരു വർഷത്തിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നുള്ള ടൈം മൊത്തത്തിൽ എത്ര ഇയേഴ്സ് ആണെന്നുള്ളത് ആ ഒരു കണക്കാണ് T എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു, A=P(e⁻RT) ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് എ ബിസിനസ് മാൻ ഇൻവെസ്റ്റ് 50,000 at an annual interest rate of 5% per annum compounded continuously, calculate the amount he will have in account after 5 years. ഓക്കെ, അതായത് ഒരു ബിസിനസ്മാന് 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 5% ആണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ആനുവലി ആണ്, കോമ്പൗണ്ട് ചെയ്യുന്നത് ആനുവലി ആണ്. പിന്നെ അവിടെ ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂസ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി, അതായത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ്, പക്ഷേ നേരത്തെ ചെയ്തു പോയ ക്വാർട്ടർലിയോ ഇയർലിയോ മന്ത്ലിയോ ഒന്നുമില്ല, ഇവിടെ കണ്ടിന്യൂസ്ലി ആണ്. അപ്പോൾ എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു 5 വർഷത്തിന് ശേഷം ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവുന്ന എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ആ ഒരു കോമ്പൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആഫ്റ്റർ 5 years വരുന്ന ആ ഒരു കോമ്പൗണ്ട് എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആയതുകൊണ്ട് ഈ ഒരു ഫോർമുല തന്നെ അപ്ലൈ ചെയ്യും. അതെന്താണ്, A=P(e⁻RT). ഈ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആണ്, അതിൽ ഡൗട്ടൊന്നും വരരുത്. ഈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പോണൻഷ്യൽ ആണ് ഈ. ഓക്കെ, ഇനി P എന്താണ്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 50,000 ആണ്. R എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് =5% ആണ്, വിച്ച് മീൻസ് 0.05. ഓക്കെ 5% വിച്ച് മീൻസ് 0.05. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, T എന്ന് പറയുന്നത് ഇവിടെ അതും 5 ആണ്. കാരണം ഈ ഇൻവെസ്റ്റഡ് ഇസ് മണി ഫോർ 5 years. ഓക്കെ, 5 വർഷത്തിനാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. സോ T=5. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇനി കാൽക്കുലേഷൻ ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വരും, P എത്രയാണ്, 50,000 × e⁻5 × 0.05. 50,000 × e⁻5 × 0.05. അതിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നൊരു വാല്യൂ ഉള്ളൂ. A= എന്ത് വരും, A=64,200 rupees വരും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 5 years
he get a money of 64,200. ഓക്കെ, അതായത് 5 വർഷം കഴിയുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 50,000 അയാൾ 5% ആനുവൽ ഇൻട്രസ്റ്റിൽ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിന് 5 ഇയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 5 വർഷം കഴിയുമ്പോൾ എത്ര രൂപ അക്കൗണ്ടിലുണ്ടാവും? 64,200. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്യാണ്ട് അതും കൂടി ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഈ പറയുന്ന ഒരു സ്പെഷ്യൽ കേസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദി ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ പ്രിൻസിപ്പൽ deposited for 8 years at 3% per annum is 267.7. Find the principal amount. അതായത് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ 8 വർഷത്തിന് ശേഷം വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും, അതായത് 3% റേറ്റിൽ 8 വർഷത്തിന് ശേഷം വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ്. അതായത് ഒരു എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാണ്, ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് 3% റേറ്റിൽ 8 വർഷത്തിന് ശേഷം ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഒരു ഇൻട്രസ്റ്റ് കിട്ടുകയെന്ന് വിചാരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഇൻട്രസ്റ്റ് കിട്ടുകയെന്ന് വിചാരിക്കും. ഈ രണ്ട് ഇൻട്രസ്റ്റുകളുടെ ഡിഫറൻസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 267.7. അതായത് ആഫ്റ്റർ 8 ഇയേഴ്സ് CI മൈനസ് SI, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 267.7. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് 3% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 8 വർഷത്തിന് ശേഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഒരു എമൗണ്ട് കിട്ടും, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ആ രണ്ട് ഇൻട്രസ്റ്റുകളുടെ ഡിഫറൻസ് ആണ് 267.7 പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മളോട് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് 8 ആണ്, റേറ്റ് 0.03 ആണ്, അതായത് 3% നമ്മൾ എങ്ങനെ മാറ്റും? 0.03. ഇനി ആ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എത്രയാണെന്നുള്ളത് അറിയില്ല. ഞാൻ അതിന് എന്തെടുത്തു? എക്സ് എന്ന് കൺസിഡർ ചെയ്യണം, ജസ്റ്റ് എക്സ് എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ആഫ്റ്റർ 8 ഇയേഴ്സ് എത്രയാണ് ഇൻട്രസ്റ്റ് വരാമെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ മുന്നേ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, I = PRT. അപ്പോൾ P എന്ന് പറഞ്ഞാൽ എക്സ്, ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ള അറിയില്ല, ഞാൻ അതിനെ എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ P = X, R = 0.03, T എന്ന് പറഞ്ഞാൽ 8 ഫോർ 8 ഇയേഴ്സിനാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ I = എന്ത് വരും? I = X × 0.03 × 8, അതായത് 0.24x വരും, 0.24x. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഇതായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, 0.24x. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എങ്ങനെ വരും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്ക് അറിയാമായിരുന്നു. A = P × 1 R⁻T ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഈ A എന്ന് പറയുന്ന ഈ ഒരു A ആ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള X മൈനസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ A ആണ്, അതായത് ഫൈനലായിട്ട് വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഫൈനലായിട്ട് വരുന്ന ടോട്ടൽ മണി, അതിന് ആ പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്ത ഇൻട്രസ്റ്റ് മാത്രമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു രീതിയിൽ വരും. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 + 0.03 എന്ന് പറഞ്ഞാൽ 1.03 × 8 × X - അതായത് 1.03 × 8 എന്ന് പറഞ്ഞാൽ 1.26670x ആണ് -x. അപ്പോൾ ഇത്രയും x എന്ന് x മൈനസ് ചെയ്യുമ്പോൾ 0.26670x വരും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. ആഫ്റ്റർ 8 ഇയേഴ്സിന് ശേഷം ആഫ്റ്റർ 8 ഇയേഴ്സ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിൽ ബി 0.26670x and the simple interest will be 0.24x. Okay, it's already given that the difference between compound interest and simple interest after 8 years is 267.7. അത് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഞാൻ അതിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. CI കിട്ടിയിട്ടുണ്ട്, ഇതാണ് CI, ഇതാണ് SI, സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, CI - SI. അതായത് എത്രയെന്നാണ് പറഞ്ഞത്? ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 267.7 ആണ്. അതായത് 0.27770x അത് CI - 0.24x അത് SI. അത് നമ്മുടെ ഡിഫറൻസിനാണ്.
ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. ഇനി അത് മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ വരും. ഓക്കെ, അത് മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ മൈനസ് ചെയ്ത് എക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഈ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിനെ അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ ഡിനോമിനേറ്ററിലേക്ക് പോകും. സോ എക്സ് ഈക്വൽ ടു അറൗണ്ട് 10,000 റുപ്പീസ് കിട്ടും. സോ നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? നമുക്ക് അറൗണ്ട് 10,000 റുപ്പീസ് ആണെന്ന് കിട്ടി. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് മീൻസ് ബുദ്ധിമുട്ടല്ല, കുറച്ച് ട്രിക്കിയാണ്. അതായത് ഈ ഒരു ടേം, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത്? 267.7. അപ്പൊ CI മൈനസ് SI ആണ് 267.7 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് വേണം മുന്നോട്ട് ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ. നമ്മൾ അത് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. സോ ഈ CI മൈനസ് SI എന്നുള്ള ഡാറ്റ CIയും SIയും നമ്മൾ വേറെ കണ്ടുപിടിച്ച് ആ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എന്ത്? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള എക്സ്. പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് അറിയൂല. അപ്പോൾ അതിനെ നമ്മൾ എന്തെടുത്തു? ഒരു അൺനോൺ ആയിട്ടുള്ള ഡാറ്റ ആയതുകൊണ്ട് എക്സ് എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു പ്രോബ്ലം ഉള്ളത്. ഇനി വേറെ 1, 2, 3 പ്രോബ്ലം കൂടി ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി പ്രിൻസിപ്പൽ എമൗണ്ട് ദാറ്റ് വിൽ ബിക്കം ₹16,000 in 9 years if money can be deposited at 2% per annum compounded semi-annually. അതായത് നമ്മൾ സെമി ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയിൽ 2% റേറ്റിൽ ഒരു 9 വർഷത്തിന് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 16,000 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 9 വർഷം കഴിയുമ്പോൾ 16,000 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് ചോദ്യം. അതായത് ചോദ്യം സിമ്പിളാണ്. നമ്മളൊരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. 9 വർഷം കഴിയുമ്പോൾ 16,000 ആയി നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണം. അത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും? 2% ഇൻട്രസ്റ്റ് റേറ്റിൽ സെമി ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയാണ് നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫോർമുല നമുക്ക് എ കാണാനുള്ള ഫോർമുല അറിയാം. എ കാണാനുള്ള ഫോർമുല എന്താണ്? ഇവിടെ എ എത്രയാണ്? എ 16,000 ആണ്. അതായത് ഫൈനലായിട്ട് 16,000 വരണമെന്നാണല്ലോ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എ 16,000 ആണ്. കെ എന്താണ്? K 2 ആണ്. കാരണം ഇവിടെ സെമി ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അതായത് വർഷത്തിൽ 2 തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. സോ കെ എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു വർഷത്തിൽ കോമ്പൗണ്ട് ചെയ്യുന്ന എണ്ണത്തിനാണ് കെ എന്ന് പറയുന്നത്. അത് 2 ആണ്. പിന്നെ ഇവിടെ എൻ എത്രയാണ്? എൻ അല്ല, ടി എത്രയാണ്? ടി എന്ന് പറയുന്നത് 9 ആണ്. 9 years ആണ് ടി വരുന്നത്. പിന്നെ ആർ എത്രയാണ്? 2% ആണ്, വിച്ച് മീൻസ് 0.02. ഓക്കെ, നമുക്ക് ഫോർമുലയിൽ കൊടുക്കാം. എ ഈക്വൽ ടു എന്തായിരുന്നു? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ കെ ഇൻറ്റു കെ ടി എന്നാണല്ലോ ഫോർമുല. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 16,000 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 0.02 ബൈ 2 ഇൻറ്റു 2 ഓൾ റേസ് ടു 2 ഇൻറ്റു 9. അതായത് എ 16,000, പി ഇൻറ്റു 1, ആർ എന്ന് പറഞ്ഞാൽ 0.02, കെ 2, ടി 9. ഓക്കെ, ഇനി ഇതെന്ത് വരും? 16,000 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 0.01 റേസ് ടു 18 വരും, ഈക്വൽ ടു പി ഇൻറ്റു 1.01 റേസ് ടു 18 വരും, പി ഈക്വൽ ടു 16,000 ഡിവൈഡഡ് ബൈ 1.01 റേസ് ടു 18 വരും. വാല്യൂ വരുന്നത് അറൗണ്ട് 13,376.28. നമ്മൾ ഇത്രയും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റ വെക്കുമ്പോൾ, അതായത് 2% റേറ്റ്, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ 16,000 ആയിട്ട് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? 13,376.28 രൂപ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു അടുത്തൊരു ചോദ്യം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി അറ്റ് ആൻ ആനുവൽ റേറ്റ് ഓഫ് 5%, ഹൗ ലോങ് ഇറ്റ് ടേക്ക് എ പ്രിൻസിപ്പൽ ടു ഡബിൾ ഇറ്റ്സെൽഫ്? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് ചെയ്ത ഒരു സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ കണ്ടിന്യൂസ്ലി ആണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുലയിൽ മാറ്റേണ്ടത്, അതായത് സംഭവത്തിലേ ഉള്ളൂ. ഒരു 5% റേറ്റിന് ഇൻട്രസ്റ്റ് പോവുകയാണെങ്കിൽ നമ്മളൊരു ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് പ്രകാരം അത് ഡബിൾ ആവണമെങ്കിൽ എത്ര
ടൈം എടുക്കുമെന്നാണ് ചോദ്യം. അതായത് നമ്മൾ നേരത്തെ A = 2p എന്ന് പറഞ്ഞ് ചെയ്തല്ലോ, ആ സംഭവം തന്നെ. അതായത് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഡബിൾ ആവാൻ എത്ര കാലം എടുക്കും? ഈ ഒരു 5% ഓഫ് ഇൻട്രസ്റ്റ്, 5% റേറ്റിലാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. A = എന്താവണം? 2p ആണോ? അതായത് നമ്മുടെ A പ്രിൻസിപ്പളിൻ്റെ ഡബിൾ ആവണം. ഇതാണ് കണ്ടീഷൻ. A = 2p ആവാനുള്ള ആ ഒരു ടൈമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ A കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. P RT ആണ് A കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? R എത്രയാണ്? R = 5% ആണ്, വെച്ച് മീൻസ് 0.05. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T ആണ്. ഓക്കെ, ഇനി എൻ്റെ പകരം എന്ത് കൊടുക്കാം? A = 2p ആയതുകൊണ്ട് എൻ്റെ പകരം 2p = P e⁻ 0.05 ഇൻറ്റു ടൈം. ഈ പിയും ക്യാൻസൽ ചെയ്യുക. 2 = e⁻0.05 ഇൻറ്റു ടൈം. ഈ ഒരു രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ log2 = log e⁻0.05t വരും. ഈ ടേം താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ log2 = എന്താവും? 0.05t log e ആവും. log e which means log e വരും. ഓക്കെ, വാല്യൂ വരുന്നത് 0.05 ഇൻറ്റു പോയിന്റ്, ഇങ്ങനെയാണ് വാല്യൂ വരുന്നത്. 0.301 = 0.05t ഇൻറ്റു 0.05t ഇൻറ്റു 0.4343. കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. 0.4343. ഓക്കെ, ലോഗിൻ്റെ വാല്യൂ ഇതാണ്. ലോഗിൻ്റെ ഇത് ലോഗ് ഇ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് T കണ്ടുപിടിക്കുക. ഇതിനെ രണ്ടിന് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ T = നമുക്ക് വരാൻ പോകുന്നത് 13.86 years ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി 14 years എടുക്കും നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിങ്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് പ്രകാരം 5% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ഡബിൾ ആണെങ്കിൽ അറൗണ്ട് 14 years എടുക്കും. ഓക്കെ, ഇതായിരുന്നു നെക്സ്റ്റ് ഒരു ചോദ്യം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് ഇതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി അറ്റ് വാട്ട് ആനുവൽ റേറ്റ് വിൽ ₹3,000 എമൗണ്ട് ടു 3 lakh in 25 years. അതായത് 3,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് അത് 25 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ ആവണമെങ്കിൽ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് പ്രകാരം ഇൻട്രസ്റ്റ് എത്ര വരണം എന്നാണ് ചോദ്യം. അതായത് 3,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അത് 3 ലക്ഷമായിട്ട് എനിക്ക് 25 ഇയേഴ്സ് കഴിയുമ്പോൾ 3 ലക്ഷമായിട്ട് റിട്ടേൺ കിട്ടണം. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ് ഞാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വേണമെന്നാണ് ചോദ്യം. അപ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്ന് കറക്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ P എത്രയാണ്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 3,000 ആണ്. A എത്രയാണ് വേണ്ടത്? 3 lakh ആണ് വേണ്ടത്. ഓക്കെ, 3 lakh ആണ് വേണ്ടത്. 3,000 3 lakh. N എത്രയാണ്? N അല്ല, T എത്രയാണ്? 25 years ആണ് T വരുന്നത്. 25 ആണ്. ഇനി R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൻ്റെ A കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. P e⁻RT ആണ് ആ ഇക്വേഷൻ. ഓക്കെ, അതിൽ A ആണ് നമുക്ക് A നമുക്കറിയാം. A 3 lakh ആണ്. 3 lakh. P നമുക്കറിയാം. P 3,000 ആണ്. e⁻R നമുക്കറിയില്ല. T നമുക്കറിയാം 25 ആണ്. ഇനി ഇതെന്ത് വരും? ഈ 3,000 ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ 3 lakh ഡിവൈഡഡ് ബൈ 3,000 = e⁻25R. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 അല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 ആയിരിക്കും വരെ. ഇവിടെ 100 ആണ് വരുന്നത്. 100 ആണ്. 300 3 പോകുന്നത്. 3,000 ആണല്ലോ, ഒരു 0 ഇല്ല. ഓക്കെ, അപ്പോൾ 300/3 വരും. 300/3 = e⁻25R. അതായത് 100 = e⁻25 ഇൻറ്റു R വരും. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ log 100 = log e⁻25 ഇൻറ്റു R വരും. അതായത് log 100 = എന്ത് വരും? log 100 = 25 ഇൻറ്റു R log E വരും.
ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലോഗരിതം വാല്യൂവും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് r ഈക്വൽ ടു 10.8575 എന്ന് വരും. അതായത് ആറിൻ്റെ വാല്യൂ വരുന്നത് 0.1842 ആണ്. 0.1842 ആണ്. അത് പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ അത് 18.42% എന്നാവും. ആറ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18.42% ആവും. അതായത് സംഭവിച്ചത് എന്താ വെച്ചാൽ ആ ഇക്വേഷനിൽ ജസ്റ്റ് കൊടുത്തു, എന്നിട്ട് ആ ടി ഒന്ന് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ആ ടി കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പവറിലാണ് നമുക്ക് ആവശ്യമുള്ള സാധനം കയറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ താഴോട്ട് ഇറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് അപ്ലൈ ചെയ്യണം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് നമുക്കിപ്പോൾ എന്ത് കിട്ടി? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18.42% ആണെങ്കിൽ മാത്രമേ ആ 3000 rupees 25 years കഴിയുമ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് പ്രകാരം 3 lakh rupees ആവുള്ളൂ. ഓക്കെ, അതിന് വേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? 18.42% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ.